ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് സുനിൽകുമാറിന് തിരിച്ചടിയായത്. അതിനിടെ തൃശൂർ പൂര വിവാദം നിലനിർത്തി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നതെന്നും വിലയിരുത്തലുണ്ട്. 350 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് CPM പ്രവർത്തകരെ അടക്കം എല്ലാ മേഖലയിലുള്ളവരെയും ഇടതുപക്ഷത്തിന് എതിരാക്കിയിരുന്നുവെന്നും ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ഇടതുമുന്നണിയുടെ തൃശൂരിലെ തോൽവിയുടെ കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാനുമാണ് ശ്രമം നടക്കുന്നത്. എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തോൽവിയുടെ പ്രധാന കാരണമെന്നാണ് CPIയുടെ അഭിഭാഷക സംഘടന മുൻ സംസ്ഥാന ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത്. തൃശ്ശൂർ ഒരു കാരണവശാലും LDF സ്ഥാനത്ത് ജയിക്കാൻ വരുന്നില്ല. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നു. കാരണം ഇരിങ്ങാലക്കുട പോലുള്ള മണ്ഡലത്തിൽ സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് എത്തുകയും സുനിൽകുമാർ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്ത് ഒരിക്കലും സ്വാഭാവികമല്ല. അപ്പോൾ അത് വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. തൃശൂരിന്റെ കിഴക്കൻ മേഖലകളിൽപ്പെട്ട മണ്ണൂത്തി, പാണഞ്ചേരി, പീച്ചി അടക്കമുള്ള മേഖലകളിൽ തൃശൂർ പൂരം ബാധിക്കാതിരുന്നിട്ടും സുനിൽകുമാർ പിന്നിൽ പോയില്ലേ എന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നു. പൂരവുമായിട്ടും ഒരു തരത്തിലും ബന്ധമില്ലാത്ത തൃശൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള മണ്ഡലങ്ങൾ, പ്രദേശങ്ങൾ, മണ്ണൂത്തിക്ക് അപ്പുറം പാണഞ്ചേരി അല്ലെങ്കിൽ പട്ടിക്കാട്, പീച്ചി, അവിടെയൊക്കെ ഉള്ള സുറിയാനി യാക്കോബായ സമുദായക്കാരുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. അത് പൂരമായിട്ട് ഒരു വിധത്തിലും ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പൊ അങ്ങനെ പൂരം കൊണ്ടല്ല തോറ്റത്. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ആദ്യഘട്ടം കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ ഈ വിവാദം അന്നേ തീരുമായിരുന്നു. അന്ന് കമ്മീഷണറെ സംരക്ഷിച്ചത് സർക്കാരാണെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടപടിയെടുത്തതുകൊണ്ട് ഇടതുമുന്നണിക്ക് എന്ത് ഗുണമുണ്ടാകാനാണെന്നും ജയശങ്കർ ചോദിച്ചു. ഇവിടെ നടക്കുന്നത് വെച്ചാൽ ADGP DGP തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള സ്പർദ്ധയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ADGP അന്വേഷണം ഏൽപ്പിക്കും. ADGP റിപ്പോർട്ട് വന്നപ്പോൾ അതിനൊരു ടിപ്പണി അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി ചേർക്കരുത്. അവിടെ ഒരു വൈരാതിരാധനത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയും. അത് അലങ്കോലമായി എന്നുള്ളതിനെ കുറിച്ച് പരാതി ഉണ്ടായപ്പോൾ ഈ കുറ്റാരോപണ വിധേയനായ പോലീസ് കമ്മീഷണർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനും സർക്കാർ കൂട്ടാക്കില്ല. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിറ്റേ ദിവസം തന്നെ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞാൽ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അത് ഇത്ര വലിയ ജനരോഷം വിളിച്ചു വരുത്തുമായിരുന്നില്ല. ആ സമയത്തൊക്കെ ഇയാളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഈ ഭരണവൃത്തങ്ങളിൽ നിന്നുണ്ടായത്. അത് കഴിഞ്ഞ് അയാളെ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം സ്ഥലം മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും LDF-ന് ഇല്ല. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.